നമസ്കാരം. സഹാരി റൈസ് പ്ലസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ എങ്ങനെയാണ് നിലവിലേക്ക് വന്നത്, എന്തൊക്കെയാണ് അവരുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്നൊക്കെ നമുക്ക് വിശദമായിട്ട് നോക്കാം. എവല്യൂഷനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഫുഡ് സേഫ്റ്റി അതോറിറ്റി എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് അതോറിറ്റിയാണ്. ലെജിസ്ലേറ്റീവ് അല്ല, ജുഡീഷ്യറി അല്ല. ലെജിസ്ലേറ്റീവ് നിയമങ്ങൾ നിർമ്മിക്കുന്നതാണ്. ഫുഡ് സേഫ്റ്റി ആക്ടിലെ കാര്യങ്ങൾ നടത്തിയെടുക്കുന്നതിനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അതോറിറ്റി ആയിട്ട് വരുന്നത്. എന്നാൽ ഏത് ആക്ട് പ്രകാരമാണ്? ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് 2006 പ്രകാരമാണ് ഈ ഒരു അതോറിറ്റി നിലവിൽ വരുന്നത്. അപ്പോൾ ഈ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് 2006 ഇത് നടപ്പിലാക്കാനുള്ള ഏത് മന്ത്രാലയത്തിൻ്റെ ചുമതലയാണെന്ന് ചോദിച്ചാൽ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഈ മന്ത്രാലയത്തിന് ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ്, ഭാരത സർക്കാർ അല്ലേ, നമ്മൾ റേഡിയോയിലും ടി വിയിലൊക്കെ പരസ്യത്തിൽ കാണുന്നതാണ്. അപ്പം ഈ മന്ത്രാലയമാണ് ഈ ആക്ടിൽ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഫങ്ഷൻസ് കൈകാര്യം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ 5 സെപ്റ്റംബർ സെപ്റ്റംബർ 5 ഗവൺമെൻറ് എന്ത് ചെയ്തു? നമ്മുടെ ഈ പറഞ്ഞ മന്ത്രാലയം ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തു. ഏത് പ്രകാരം? സെക്ഷൻ 4 ഓഫ് ദി FSSA ആക്ട് പ്രകാരം സെപ്റ്റംബർ 5, 2008 ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് പ്രകാരം എന്ത് ചെയ്തു? FSSAI അതോറിറ്റി, ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ നിലവിൽ കൊണ്ടുവരികയുണ്ടായി. ഈ നിയമപ്രകാരം ഈ FSSAIയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഏറ്റവും പ്രധാനമായ ഡൽഹിയിലാണ്. ഏറ്റവും പ്രധാനമായ ഓഫീസ്, FSSAIയുടെ ഏറ്റവും പ്രധാനമായ ഓഫീസ് എന്ന് പറയുന്നത് ഡൽഹിയിലാണ്. 4 റീജിയണൽ ഓഫീസസ് ആണുള്ളത്. 4 റീജിയണൽ ഓഫീസസും 3 സബ് റീജിയണൽ ഓഫീസസും ഉണ്ട്. അതർ പാർട്സ് ഓഫ് ഇന്ത്യ എന്നാണ് പറയുന്നത്. അപ്പോൾ ചിലർക്കൊരു ഡൗട്ട്, 4 ആണോ 5 ആണോ 6 ആണോ എന്നൊക്കെ ഡൗട്ടുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ FSSAIയുടെ വെബ്സൈറ്റ് എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാം 4 റീജിയണൽ ഓഫീസസേ ഉള്ളൂ. നോർത്തിൽ, സൗത്ത്, വെസ്റ്റ് അല്ലേ, വെസ്റ്റ്, ഈസ്റ്റ്. അപ്പോൾ നോർത്തിൽ വരുമ്പോൾ ഡൽഹി, ഗാസിയാബാദിൽ വരുന്നു. സൗത്ത് പറയുമ്പോൾ ചെന്നൈയിൽ വരുന്നു. വെസ്റ്റ് വരുമ്പോൾ ഗുജറാത്ത് ആ ഭാഗത്തായിട്ട് വരുന്നു. ഈസ്റ്റ് വരുമ്പോൾ വെസ്റ്റ് ബംഗാളിൻ്റെ ഭാഗത്തായിട്ട് വരുന്നു. സബ് റീജിയണലായിട്ട് സൗത്ത് ഈസ്റ്റ് ഓഫീസസ് എന്നൊക്കെ പറഞ്ഞുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട കൊച്ചിയിലൊരു ഓഫീസുണ്ട്, സോണുണ്ട്. അല്ലാതെ മഹാരാഷ്ട്രയിലൊക്കെ ഒരു ഓഫീസസ് ഉണ്ട്. പിന്നെ ഈ ആക്ട് പ്രകാരം തന്നെ, ഈ ആക്ടിൻ്റെ ഷെഡ്യൂൾ പ്രകാരം, ആക്ടിൻ്റെ ഫസ്റ്റ് ഷെഡ്യൂൾ പ്രകാരം എത്ര സോൺ ഉണ്ട് എന്ന് ചോദിച്ചാൽ, ഹൗ മെനി സോൺസ് ആർ ദെയർ, എത്ര സോണായി തിരിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ 5 സോണുണ്ട്. അതെങ്ങനെയെന്നറിയാമോ? അത് നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത് പ്ലസ് ദ യൂണിയൻ ടെറിട്ടറീസ് എന്ന് പറഞ്ഞ് പ്രത്യേകം സോണായിട്ട് പറയുന്നുണ്ട്. അല്ലാത്ത പക്ഷം റീജിയണൽ ഓഫീസസ് മാത്രം ചോദിക്കുകയാണെങ്കിൽ 4 റീജിയണൽ ഓഫീസസ് ആണ് പ്രധാനമായിട്ടുള്ളത്. സോൺസിനെ പറ്റി പരാമർശിക്കുന്നത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ടിൻ്റെ അകത്ത് 1ാമത്തെ ഷെഡ്യൂൾ, ആ പുസ്തകത്തെ ആക്ടിൻ്റെ അകത്ത് 1ാമത്തെ പട്ടികയിൽ ഈ പറയുന്ന സോണിനെ പറ്റി പരാമർശമുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ അതോറിറ്റി പ്രകാരം ഇതിനകത്ത് 22 റെഫറൽ ലാബറട്ടറീസ് ഉണ്ട്. അത് പ്രകാരം FSSAI 22 ഈ ഫുഡ് പ്രോസസ്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കോൺഫ്ലിക്റ്റുകളൊക്കെ വരികയാണെങ്കിൽ അത് അത് നോക്കാനും ക്വാളിറ്റിയൊക്കെ ടെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് 22 റെഫറൽ ലാബറട്ടറീസ് ആണ് FSSAI നോട്ടിഫൈ ചെയ്തിട്ടുള്ളത്. അത് പിന്നെ 72 സ്റ്റേറ്റ് ആൻഡ് 72 സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ലാബറട്ടറീസ് ലൊക്കേറ്റഡ് ത്രൂ ഔട്ട് ഇന്ത്യ. റെഫറൽ ലാബറട്ടറീസ് 22, അല്ലാത്തുള്ള ലാബറട്ടറീസ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് യൂണിയൻ ടെറിട്ടറീസുമായിട്ട് ബന്ധപ്പെട്ട് 72 ആൻഡ് 112 ലാബറട്ടറീസ് ആർ NABL അക്രഡിറ്റഡ് പ്രൈവറ്റ് ലാബറട്ടറീസ് പ്രൈവറ്റ് ലാബറട്ടറീസ് എത്രയുണ്ടെന്ന് ചോദിച്ചാൽ 112, സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടെറിട്ടറി ആണെങ്കിൽ 72, റെഫറൽ ലാബറട്ടറീസ് എത്രയാണെന്ന് ചോദിച്ചാൽ 22 ഉള്ളത്. ഇതിൽ ഈ NABL എന്ന് പറഞ്ഞാൽ നാഷണൽ, NABL എന്ന് ഞാൻ ഇവിടെ എഴുതുകയാണ്. അപ്പോൾ NABL എന്ന് പറഞ്ഞാൽ നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ്, നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ്. എന്തിനാ ആ ബോർഡ്? ഫോർ ടെസ്റ്റിംഗ് ആൻഡ് calibration
ലാബറട്ടറി, കാലിബ്രേഷൻ ലാബറട്ടറി. ഓക്കെ, നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലാബറട്ടറി. വേണമെങ്കിൽ ഇതിൻ്റെ ഫുൾ ഫോം പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം അതാണ് നോട്ടിഫൈ ചെയ്യുന്നത്, അപ്രൂവലൊക്കെ കൊടുക്കുന്നത് FSSAIയുടെ കീഴിലുള്ള FSSAI നോട്ടിഫൈ ചെയ്യുന്ന പ്രകാരമാണ് വരുന്നത്. അപ്പോൾ 22 റഫറൽ ലാബറട്ടറീസ് ആണ് FSSAI നോട്ടിഫൈ ചെയ്തിട്ടുള്ളത്. അല്ലാതെ സംസ്ഥാനങ്ങളിലും യൂണിയൻ ടെറിട്ടറീസിലായിട്ട് 72 പിന്നെ ബാക്കി 112 ലാബറട്ടറീസ് എന്ന് പറഞ്ഞാൽ ഈ പ്രൈവറ്റ് ലാബറട്ടറീസ് ആണ്. അതിനെ നോട്ടിഫൈ ചെയ്താണ് NABL അക്രഡിറ്റ് ചെയ്ത പ്രൈവറ്റ് ലാബറട്ടറീസിനെയാണ് അത് നോട്ടിഫൈ ചെയ്യുന്നത് FSSAI ആണ്. ആ FSSAI ആണ് 112 ലാബറട്ടറീസ് ആണ് പ്രൈവറ്റ് ആയിട്ട് ലാബറട്ടറീസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അപ്പെക്സ് ബോഡി ആയിട്ട് ഫുഡ് അതോറിറ്റി അല്ലെങ്കിൽ FSSAI, ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് അപ്പെക്സ് ബോഡി ആയിട്ട് പിന്നെ വരുന്നത്. ആൻഡ് the single reference point relating to food safety and standards in the country. സിംഗിൾ റെഫറൻസ് പോയിന്റ് ആണ്. ഫുഡ് സേഫ്റ്റിയെ സംബന്ധിച്ച്, അതിൻ്റെ ക്വാളിറ്റിയെ സംബന്ധിച്ച് അതിനെന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ഇത് നിലനിൽക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ട അൾട്ടിമേറ്റ് അതോറിറ്റി എന്ന് പറയുന്നത് ആരാണ്? ഫുഡ് അതോറിറ്റിയാണ്. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ്. ഇതിനകത്ത് തന്നെ 22 അംഗങ്ങളാണ് പ്രധാനമായിട്ട് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റിയിൽ ഉള്ളത്. 22 അംഗങ്ങളാണ്. അതിനകത്ത് 1/3 ഷുഡ് ബി വിമൻ. 22 പേരിൽ 1/3 പേര് സ്ത്രീകളായിരിക്കണമെന്നാണ് നിബന്ധന. കൂടാതെ അതിനകത്ത് തന്നെ റെപ്രസെൻറ്റിംഗ് വേരിയസ് റെലവൻറ്റ് മിനിസ്ട്രീസ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ്സ് സച്ച് ആസ്. അപ്പോൾ 22 മെമ്പറിൽ ആ മെമ്പർമാരിൽ 1/3 സ്ത്രീകളായിരിക്കണം. പിന്നെ ആ സ്ത്രീകൾ വേണമെങ്കിൽ എന്താണ്, ആ സ്ത്രീകൾ മാറ്റി നിർത്തിയിട്ടല്ല ഈ പറയുന്ന ഫീൽഡിൽ നിന്ന് ആൾക്കാർ വരിക. മൊത്തത്തിൽ 22 മെമ്പറിൽ 1/3 സ്ത്രീകളായിരിക്കണം. ഓക്കെ, അപ്പോൾ അവരും 1/3 സ്ത്രീകളും 22 മെമ്പറും ആ ടോട്ടലുള്ള 22 മെമ്പറും എന്തായിരിക്കണം? റെപ്രസെൻറ്റിംഗ് വേരിയസ് മിനിസ്ട്രീസ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ്സ് സച്ച് ആസ് അഗ്രികൾച്ചർ, കൊമേഴ്സ്, കൺസ്യൂമർ അഫയേഴ്സ്, ഫുഡ് പ്രോസസ്സിംഗ്, ഹെൽത്ത്, legislative affairs and other stakeholders representing farmers, scientists, technologists, small scale enterprises and consumer bodies. ഇതിൽ ഏത് ഇല്ല എന്ന് വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാം. റെപ്രസെൻറ്റിംഗ് എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫീൽഡ് ഈസ് എക്സ്ക്ലൂഡഡ് ഫ്രം ബീയിങ് ഓർ ടേക്കിംഗ് എ മെമ്പർ ആസ് പാർട്ട് ഓഫ് ദി ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. അങ്ങനെ ഒരു ചോദ്യം വരികയാണെങ്കിൽ ഇതിൽ ഏത് ഇല്ല എന്നാണ് സാധാരണ ചോദ്യം വരിക. കാരണം ഏതുണ്ട് എന്ന് നമുക്ക് ആദ്യം ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഓബിയസ്ലി നമുക്ക് എഴുതാൻ സാധിക്കും. അപ്പോൾ ചിലപ്പോൾ എനിക്കിത് ഏതില്ല, ചിലപ്പം നമുക്ക് കൺഫ്യൂഷൻ തോന്നാൻ സാധിക്കുന്നത് ചിലപ്പോൾ സ്മോൾ സ്കെയിൽ എൻ്റർപ്രൈസസിൽ നിന്ന് ആൾക്കാർ ഉൾപ്പെടുത്തുമോ എന്ന് ഡൗട്ട് വരാം. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. സ്മോൾ സ്കെയിൽ എൻ്റർപ്രൈസസ് ആയിരിക്കും ചിലപ്പം മാറ്റി നിർത്താം. ചിലപ്പോൾ ഏതാണ് ഉള്ളത്, സോ സ്മോൾ സ്കെയിൽ ചിലപ്പം ഏത് ഫീൽഡാണ് ഉള്ളതെന്ന് വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ സ്മോൾ സ്കെയിൽ എൻ്റർപ്രൈസസ് ചിലപ്പോൾ ഓപ്ഷൻ കൊടുത്തേക്കാം. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുമ്പോൾ സ്മോൾ സ്കെയിൽ അങ്ങനെ വരാൻ സാധ്യതയില്ല എന്ന് വിചാരിക്കും. പക്ഷേ സ്മോൾ സ്കെയിൽ എൻ്റർപ്രൈസസിൽ നിന്നും ആൾക്കാരുണ്ട്, കൺസ്യൂമർ ബോഡീസിനുണ്ട്, ടെക്നോളജി സയൻറ്റിസ്റ്റ് വരുമ്പോൾ ടെക്നോളജിസ്റ്റും കൂടെ വരും, ഫാമേഴ്സ് വരും. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ഇവരാണ്: ഫാമേഴ്സ്, സയൻറ്റിസ്റ്റ്, ടെക്നോളജിസ്റ്റ്, സ്മോൾ സ്കെയിൽ എൻ്റർപ്രൈസസ് ആൻഡ് കൺസ്യൂമർ ബോഡീസ്. കൂടാതെ ഡിഫറെൻറ്റ് മിനിസ്ട്രീസ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ലൈക്ക് ഏതൊക്കെയാണ്? അഗ്രികൾച്ചർ, ഫുഡുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യവും നോക്കിയാൽ മതി അല്ലേ? അഗ്രികൾച്ചർ, കൊമേഴ്സ്, കൺസ്യൂമർ അഫയേഴ്സ്, ഫുഡ് പ്രോസസ്സിംഗ്, ഹെൽത്ത്, ലെജിസ്ലേറ്റീവ് അഫയേഴ്സ്, ലോ ആണ് വരുന്നത്. ലോ, മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ്. ലെജിസ്ലേറ്റീവ് അഫയേഴ്സ്, ലോ ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരും. ലെജിസ്ലേറ്റീവ് അഫയേഴ്സ്, ഹെൽത്ത്, ഫുഡ് പ്രോസസ്സിംഗ്, കൺസ്യൂമർ അഫയേഴ്സ്, കൊമേഴ്സ് ആൻഡ് അഗ്രികൾച്ചർ. ഓക്കെ, ഈ മെമ്പേഴ്സിനെ, ഈ 22 പേരെ എങ്ങനെ അപ്പോയിൻറ്റ് ചെയ്യാമെന്ന് ചോദിച്ചാൽ, ഓൾ മെമ്പേഴ്സ് ഓഫ് ദ ഫുഡ് അതോറിറ്റി ആർ അപ്പോയിൻറ്റഡ് ബൈ ദി സെൻട്രൽ ഗവൺമെൻറ്. സെൻട്രൽ ഗവൺമെൻറ് ആണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അതിൽ 7 പേര് എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ഫ്രം വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓഫ് സെൻട്രൽ ഗവൺമെൻറ് ആർ സെലക്റ്റഡ് ബൈ സെലക്ഷൻ കമ്മിറ്റി ഫോംഡ് അണ്ടർ സെക്ഷൻ 6 ഓഫ് FSSAI ആക്ട്. അപ്പോൾ ഇതിൽ 22 പേരും സെൻട്രൽ ഗവൺമെൻറ് നോമിനീസാണ് അല്ലേ? സെൻട്രൽ ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്തത്. അതിൽ 7 പേരെന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിലുള്ള എക്സ് ഒഫീഷ്യോ ആയിട്ടുള്ള ഗവൺമെൻറ് സെക്രട്ടറീസ് ആയിരിക്കും. എന്താണ്? സെൻട്രൽ ഗവൺമെൻറ്റിൽ ജോലി ചെയ്യുന്ന സെക്രട്ടറി ലെവലിലുള്ള എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സായിട്ട് ഉണ്ട്. ആ 7 പേരെ
ആ 22 പേരിൽ 7 പേരെ ഈ സെൻട്രൽ ഗവൺമെൻറ് എക്സ് ഒഫീഷ്യോ സെൻട്രൽ ഗവൺമെൻറ് ഒഫീഷ്യൽസ് ആയിട്ട് ഡിപ്പാർട്ട്മെൻറ്റിന് റെപ്രസെൻ്റ് ചെയ്ത് വരുന്ന 7 പേരെ സെലക്ട് ചെയ്യുന്ന കമ്മിറ്റി എന്താണ്? സെക്ഷൻ 6 പ്രകാരമാണ് ഫോം ചെയ്തിട്ട് ഇവരെ സെലക്ട് ചെയ്യുന്നത്. 7 members all by the സെൻട്രൽ ഗവൺമെൻറ്. ഈ 7 പേരൊഴിച്ച് ബാക്കിയുള്ളവരെ സെൻട്രൽ ഗവൺമെൻറ് ആണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഈ 7 പേരെന്ന് പറഞ്ഞാൽ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ഫ്രം വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓഫ് ദ സെൻട്രൽ ഗവൺമെൻറ് ഹു ആർ സെലക്ടഡ് ബൈ ദ സെലക്ഷൻ കമ്മിറ്റി. ഈ സെലക്ഷൻ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ക്യാബിനറ്റ് സെക്രട്ടറിയാണ്. ക്യാബിനറ്റ് സെക്രട്ടറി ചെയർപേഴ്സൺ ആയിട്ടുള്ള ഒരു സെലക്ഷൻ കമ്മിറ്റിയാണ് ഈ പറയുന്ന 22 പേരിൽ 7 പേരെ സെലക്ട് ചെയ്യുന്നത്. ബാക്കിയുള്ളവരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ്റാണ്. ഈ 7 പേരെ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിലുള്ള ഈ സെൻട്രൽ ഗവൺമെൻറ് ഒഫീഷ്യൽസിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന സെലക്ഷൻ കമ്മിറ്റി വഴിയാണ്. ആ സെലക്ഷൻ കമ്മിറ്റിയെ ഹെഡ് ചെയ്യുന്നത് ക്യാബിനറ്റ് സെക്രട്ടറിയാണ്. സെലക്ഷൻ കമ്മിറ്റി ഫോം ചെയ്യുന്നത് സെക്ഷൻ 6 പ്രകാരമാണ്, FSSA ആക്ട് പ്രകാരം. ക്ലിയർ അല്ലേ? തുടർന്ന് the food authority meets as per the directives of the chairperson and decides on the questions coming up before any meeting of the food authority and takes decision by a majority of the votes of the member present and voting. ഫുഡ് അതോറിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ഏത് പ്രധാനപ്പെട്ട തീരുമാനമെടുക്കുന്നത് ചെയർപേഴ്സൺ അടങ്ങിയ ഒരു സമിതി തന്നെയാണ്. ഏതൊരു കാര്യത്തിലും അല്ലെ ഫുഡ് സേഫ്റ്റി അതോറിറ്റിയുടെ മുമ്പിൽ വരുന്ന ചോദ്യങ്ങൾക്ക്, അവരുടെ മുമ്പിൽ വരുന്ന സംശയങ്ങൾക്ക് അതിനൊക്കെ ഒരു ഉത്തരം അല്ലെങ്കിൽ അതിൻ്റെ ഒരു നയരൂപീകരണമൊക്കെ നടത്തുന്നത് ചെയർമാനും കൂടിയുള്ള കമ്മിറ്റിയിലാണ്. അതിൽ ഡിസിഷൻസ് എടുക്കുന്ന മെജോറിറ്റി ഡിസിഷൻസ് എല്ലാവരും മെജോറിറ്റി അനുകൂലിക്കുന്ന ഡിസിഷൻ അവരെന്ത് ചെയ്യും? വോട്ട് ചെയ്യും. ഇപ്പോൾ ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കണം. അപ്പോൾ അതിൽ 50% എത്ര 22 പേരിൽ 13 പേരുണ്ട്. അതിൽ ഒരു കാര്യം മുന്നോട്ട് വയ്ക്കുന്നു, അതിലൊരു മെജോറിറ്റി ഇല്ലേ, അതിലൊരു ഒരു 8 പേര് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുന്നു, 5 പേര് പ്രതികൂലിക്കുന്നു. 8 പേരെന്ന് പറഞ്ഞാൽ മെജോറിറ്റി വോട്ടാണ്. ആ വോട്ടിൽ തീരുമാനം എടുക്കുന്നു, ആ കാര്യത്തിന്മേൽ തീരുമാനമെടുക്കുന്നു. അതിൽ ചെയർപേഴ്സണും വോട്ട് ചെയ്യാനുള്ള അധികാരമുണ്ട്. ഓക്കെ, അപ്പോൾ കാര്യങ്ങളുടെ ഡിസിഷനൊക്കെ എടുക്കുന്ന ഇതാണ് ആരാണ്? ചെയർപേഴ്സൺ ആണ്. പിന്നെ വരുന്നത് ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് FSSI ഈസ് ദി മെമ്പർ സെക്രട്ടറി ഓഫ് ദി ഫുഡ് അതോറിറ്റി. അപ്പോൾ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് FSSI ഈസ് ദി മെമ്പർ സെക്രട്ടറി ഓഫ് ഫുഡ് അതോറിറ്റി. CEO ഓഫ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് മെമ്പർ സെക്രട്ടറി ഓഫ് ദി ഫുഡ് അതോറിറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ ദ ഫുഡ് അതോറിറ്റീസ് അസിസ്റ്റഡ് ബൈ, അപ്പം ആരൊക്കെയുണ്ട്? ചെയർപേഴ്സൺ ഉണ്ട്. അതിൽ ചെയർപേഴ്സൺ, CEO, പിന്നെ വരുന്നത് ഫുഡ് അതോറിറ്റീസ് അസിസ്റ്റഡ് ബൈ ദി സയൻറ്റിഫിക് കമ്മിറ്റി ആൻഡ് വേരിയസ് സയൻറ്റിഫിക് പാനൽസ് setting standards for food products and by the Central Advisory Committee in coordination with enforcement agencies. 2 കാര്യങ്ങൾ ഇവിടെ 3 ഇൻസ്റ്റിറ്റ്യൂഷൻ FSSAയുടെ കീഴിൽ വരുന്ന 3 പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്കിതിൽ കാണാം. ഒന്ന് സയൻറ്റിഫിക് അതോറിറ്റി, ഫുഡ് സേഫ്റ്റിയെ സഹായിക്കാനായിട്ട് ടെക്നിക്കലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അഡ്രസ്സ് ചെയ്യാനായിട്ട് ഒരു സയൻറ്റിഫിക് കമ്മിറ്റി ഉണ്ട്. കൂടാതെ ഒരു സയൻറ്റിഫിക് പാനലുണ്ട്. സയൻറ്റിഫിക് കമ്മിറ്റി, സയൻറ്റിഫിക് പാനൽ. എന്തിനാണ്? സയൻറ്റിഫിക് പാനലാണ് സെറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ഫുഡ് പ്രോഡക്ട്സിന് ഇന്ന സ്റ്റാൻഡേർഡ്സ് വേണമെന്ന് പറയുന്നത് സയൻറ്റിഫിക് പാനലാണ്. സയൻറ്റിഫിക് കമ്മിറ്റി ടെക്നിക്കലായിട്ടുള്ള ആസ്പെക്ട് ഡിസ്കസ് ചെയ്യും. ആൻഡ് സെൻട്രൽ അഡ്വൈസറി കമ്മിറ്റി അണ്ടർ FSSAI ഈസ് വർക്കിംഗ് ആസ് ഇൻ കോർഡിനേഷൻ വിത്ത് എൻഫോഴ്സ്മെൻറ്റ് ഏജൻസീസ്. ഈ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കിയെടുക്കാനായിട്ട്, ഈ നിയമപ്രകാരമുള്ള കാര്യങ്ങൾ നടത്തിയെടുക്കാനായിട്ട്, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സെൻട്രൽ അഡ്വൈസറി കമ്മിറ്റിയാണ് കോർഡിനേഷൻസ് ഒക്കെ ചെയ്യുന്നത്. ജനുവരി 2025 പ്രകാരം ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർപേഴ്സൺ എന്ന് പറഞ്ഞാൽ പുണ്യസലീല ശ്രീവാസ്തവയാണ്, IAS. ജനുവരി 5 പ്രകാരം, ജനുവരി 5, 2025 പ്രകാരം ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് പുണ്യസലില ശ്രീവാസ്തവയാണ് വരുന്നത്. ഇപ്പോൾ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ G. കമലവർദ്ധന റാവു സാറാണ്. G. കമലവർദ്ധന റാവു IAS. ഇദ്ദേഹമാണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ. ഇപ്പോഴത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ G. കമലവർദ്ധന റാവു. ചെയർപേഴ്സൺ എന്ന് പറഞ്ഞാൽ പുണ്യസലില ശ്രീവാസ്തവയാണ് വരുന്നത്. ആരാണ് ആദ്യത്തെ ചെയർപേഴ്സൺ? ആദ്യത്തെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് P.I. സുവ്രതനാണ് ആദ്യത്തെ ചെയർപേഴ്സൺ വരിക. ഫസ്റ്റ് ചെയർപേഴ്സൺ എന്ന് പറയുന്നത് P.I. സുവ്രതൻ, നല്ല വ്രതത്തോടു കൂടിയവൻ എന്നാണ് അർത്ഥം.
പേരിൻ്റെ അർത്ഥം സുവ്രതൻ. ഫസ്റ്റ് ചെയർപേഴ്സൺ PI സുവ്രതൻ. പിന്നെ ഫസ്റ്റ് CEO എന്ന് പറയുന്നത് G ബാലചന്ദ്രനാണ്. ഫസ്റ്റ് CEO ആയിട്ട് വരുന്നത് G ബാലചന്ദ്രനാണ് ഫസ്റ്റ് CEO ആയിട്ട് വരുന്നത്. ഓക്കെ, PI സുവ്രതനും ഫസ്റ്റ് ചെയർപേഴ്സൺ. 2008 ഇവർ രണ്ടുപേരും വരുന്നത്. G ബാലചന്ദ്രൻ CEO ആയിരുന്നു. ഓക്കെ, ഇപ്പോഴത്തെ നമ്മുടെ ഫുഡ് സേഫ്റ്റി കമ്മീഷണർ എന്ന് പറയുന്നത് അഫ്സാന പർവീണാണ്. കാരണം ഇപ്പോൾ ആസ് പെർ January 18, 2025 ആ ഒരു ഫംഗ്ഷനിൽ പങ്കെടുത്തത് കൊണ്ട് ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്, അവിടെ ശിലാസ്ഥാപനം ഫുഡ് സേഫ്റ്റിയുടെ ഭാഗമായിട്ട് നടന്ന സമയത്ത് അവിടെ ആസ് പെർ January 18, 2025 ഫുഡ് സേഫ്റ്റി കമ്മീഷണർ, കേരളത്തിലെ ഫുഡ് സേഫ്റ്റി കമ്മീഷണർ എന്ന് പറഞ്ഞാൽ അഫ്സാന പർവീണാണ് ഇപ്പോഴത്തെ ഫുഡ് സേഫ്റ്റി കമ്മീഷണറായിട്ട് കാണിക്കുന്നത്. ആ ഫംഗ്ഷനിലൊക്കെ അവരുടെ പേരാണ് ഫുഡ് സേഫ്റ്റി കമ്മീഷണറായിട്ട് പറയുന്നത്. വേറെ പേരുകളൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ ഒഫീഷ്യലി അഫ്സാന പർവീണാണ് ഫുഡ് സേഫ്റ്റി കമ്മീഷണറായിട്ട് വരുന്നത്. ഇത് ചിലപ്പോൾ അപ്ഡേഷൻസിന് വിധേയമാകാം, ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഈ ഫുഡ് സേഫ്റ്റിയുടെ സ്ട്രക്ചറൽ ഫ്രെയിംവർക്ക് നോക്കാം. ഫുഡ് സേഫ്റ്റി അതോറിറ്റിയിൽ 2 പേരുണ്ട് അല്ലേ? ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് അതോറിറ്റിയിൽ ആദ്യം ഒരു ചെയർപേഴ്സൺ. ഇത് നമുക്കിങ്ങനെ ഓർക്കാനായിട്ട് എളുപ്പത്തിൽ നമുക്ക് ഓർത്ത് വയ്ക്കാൻ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇപ്പോൾ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റിയുടെ സ്ട്രക്ചറൽ ഫ്രെയിംവർക്ക് നോക്കുകയാണെങ്കിൽ ഒരു ചെയർപേഴ്സൺ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ കീഴിൽ 22 അംഗങ്ങളുള്ള ഫുഡ് അതോറിറ്റിയാണ്. പിന്നെ ഒരു CEO ഉണ്ട്. ആ CEOയുടെ മേൽനോട്ടത്തിൽ സയൻറ്റിഫിക് പാനൽസ് ഉണ്ട്, സയൻറ്റിഫിക് കമ്മിറ്റി, സെൻട്രൽ അഡ്വൈസറി കമ്മിറ്റി ഉണ്ട്. സയൻറ്റിഫിക് പാനലിൽ 21 ആസ് റീസെൻ്റ്ലി നോക്കുകയാണെങ്കിൽ 21 അംഗങ്ങളാണ് സയൻറ്റിഫിക് പാനലിലുള്ളത്. സയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതൊക്കെ നോക്കുന്നത് സ്റ്റാൻഡേർഡ്സ് ഡെവലപ്മെൻറ്റ് ആൻഡ് വർക്ക് ഇൻ കോർഡിനേഷൻ വിത്ത് സയൻറ്റിഫിക് പാനൽസ് ആൻഡ് സയൻറ്റിഫിക് കമ്മിറ്റി. ഇതിൻ്റെ സ്ട്രക്ചറൽ ഫ്രെയിംവർക്ക്, ഇതിൻ്റെ അകത്ത് വരുന്ന കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. FSSAയുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന കുറേ റെഗുലേറ്ററി സ്ഥാപനങ്ങളാണ്. അവരുടെ സ്ട്രക്ചർ FSSAI എന്ന് പറയുന്നത് ഈ ഇത്രയും സ്ട്രക്ചേഴ്സ് ഉൾക്കൊള്ളുന്നതാണ്. അപ്പോൾ ഫുഡ് അതോറിറ്റി, CEO അതിൽ കണക്ട് ചെയ്ത് സയൻറ്റിഫിക് പാനൽ, സയൻറ്റിഫിക് കമ്മിറ്റി, സെൻട്രൽ അഡ്വൈസറി കമ്മിറ്റി. അതിൽ സയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് നോക്കുന്നത് സയൻറ്റിഫിക് പാനൽ, സയൻറ്റിഫിക് കമ്മിറ്റി. അതിലെ കോർഡിനേഷൻ, വർക്ക് ഇൻ കോർഡിനേഷൻ വിത്ത് സയൻറ്റിഫിക് പാനൽസ് ആൻഡ് സയൻറ്റിഫിക് കമ്മിറ്റി. അതാണ് സയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് നോക്കുന്നത്. റെഗുലേഷൻ കോഡെക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ഇൻ്റർനാഷണൽ ഫുഡ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സിനെ പറ്റി ഉള്ള ഒരു കോഡെക്സ് അലിമെൻറ്റേറിയസ് എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ ഫുഡ് സ്റ്റാൻഡേർഡ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഓർഗനൈസേഷനാണ്. അതുമായിട്ട് ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ, പിന്നെ FSSAI ഇവരെല്ലാം കോർഡിനേറ്റ് ചെയ്ത് ഒരു ഇൻ്റർനാഷണൽ ഫുഡ് സ്റ്റാൻഡേർഡ് എങ്ങനെ ആയിരിക്കണമെന്ന് എല്ലാ രാജ്യങ്ങളും അതിൽ അംഗീകരിക്കുകയും അപ്പോൾ അതിൽ പ്രകാരം ഉള്ള സ്റ്റാൻഡേർഡ് ഇന്ത്യയിൽ കൊണ്ടുവരാനായിട്ട് നാഷണൽ കോഡെക്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെയും FSSAI രൂപീകരിക്കുകയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് കോഡെക്സ് എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ ഫുഡ് സ്റ്റാൻഡേർഡ്സ് ഇവിടുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് എല്ലാം അത് ആ സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്നത് കോഡെക്സ് റെഗുലേഷൻ ആസ്പെക്റ്റ് ഇവിടെ ഉണ്ട്. നാഷണൽ കോഡെക്സ് കോണ്ടക്ട് പോയിന്റ് NCCP എന്ന് ഇതിനെ ചുരുക്കി വിളിക്കും. NCCP എന്ന് ചുരുക്കി വിളിക്കും. അപ്പോൾ കോണ്ടക്ട് ഡിവിഷൻ കോർഡിനേറ്റ്സ് ദി കോഡെക്സ് റിലേറ്റഡ് ആക്ടിവിറ്റീസ്. കോഡെക്സ് എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ ഫുഡ് സ്റ്റാൻഡേർഡ്സിനായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സമഗ്രമായ ഒരു കാര്യമാണ്. അത് നടപ്പിലാക്കുന്ന അതിൻ്റെ ക്വാളിറ്റി അഷ്വർ ചെയ്യാനായിട്ട് നാഷണൽ കോഡെക്സ് കോണ്ടാക്ട് പോയിന്റ് NCCP ആണ് ഇതിന് പിറകെ പ്രവർത്തിക്കുന്നത്. ക്വാളിറ്റി അഷ്വറൻസിനായിട്ടുള്ള ഡെവലപ്പിംഗ് ആൻഡ് അപ്ഗ്രേഡിംഗ് ദ ലാബ് എക്കോസിസ്റ്റം ഓഫ് ദി country. ഇപ്പോൾ ക്വാളിറ്റി അഷ്വറൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, കോഡെക്സ് റെഗുലേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, സയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഡിപ്പാർട്ട്മെൻറ്റ്, റെഗുലേറ്ററി കംപ്ലയൻസ് എന്നാണ് ലൈസൻസിങ് ആൻഡ് രജിസ്ട്രേഷൻ മെക്കാനിസം പറയുന്നത്. റെഗുലേറ്ററി കംപ്ലയൻസസിലാണ് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നത്, അതിനെ മോണിറ്റർ ചെയ്യാനായിട്ട് ദ ഇമ്പോർട്ട് ഓഫ് ഫുഡ് പ്രോഡക്ട്സ് കമ്മിങ് ടു ദി ഡൊമസ്റ്റിക് മാർക്കറ്റ്. അപ്പോൾ ഇമ്പോർട്ടിംഗ് ഓഫ് ഫുഡ് മാർക്കറ്റ്സിനെ സംബന്ധിച്ച് അതിൻ്റെ റെഗുലേഷൻസ് ഒക്കെ നോക്കാൻ ഇമ്പോർട്ട്സ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. SBCD സോഷ്യൽ ആൻഡ് ബിഹേവിയറൽ ചേഞ്ചസ് എമംഗ് ദി സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻക്ലൂഡിങ് കൺസ്യൂമേഴ്സ്. അതാണ് SBCD. അതിന് വേണ്ടി ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. സാമൂഹ്യപരമായിട്ടും സ്വഭാവപരമായിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഫുഡ് കൺസ്യൂമേഷനിൽ ഫുഡ് കൺസ്യൂം ചെയ്യുന്നതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ട്, സോഷ്യൽ ആൻഡ് ബിഹേവിയറൽ സ്റ്റഡി ആസ്പെക്ട്സ് പഠിക്കാനായിട്ട് SBCD എന്ന് പറയുന്നുണ്ട്. ഇൻഫർമേഷൻ ടെക്നോളജി ഉണ്ട്. ഓൾ മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു IT ഇൻഫർമേഷൻ ടെക്നോളജീസ് ഫോർ FSSAI. അവരുടെ കമ്പ്യൂട്ടർ പുതിയ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക, ഡേറ്റാബേസ് അപ്ഡേറ്റ് ചെയ്യുക, അങ്ങനെ ഓൺലൈനായിട്ടുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യുക, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇൻഫർമേഷൻ ടെക്നോളജി
ടെക്നോളജി ഡിപ്പാർട്ട്മെൻറ്റാണ് ചെയ്യുന്നത്. ഇത് കൂടാതെ തന്നെ ലീഗൽ അഫയേഴ്സ് ഉണ്ട്, ഇത് നോക്കുന്ന ലീഗൽ അഫയേഴ്സ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അങ്ങനെ RTI ഉണ്ട്, അങ്ങനെ പല പല ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇതിൻ്റെ പ്രധാനമായിട്ട് വരും. ഏറ്റവും പ്രധാനമായ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഫിനാൻസ് ഞാൻ പറഞ്ഞു, ഫിനാൻസ് അക്കൗണ്ട്, അവിടുത്തെ FSSAയുടെ ഫിനാൻസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫിനാൻസ് അക്കൗണ്ട് ഓഡിറ്റ്, വിജിലൻസ് മാറ്റേഴ്സ്, ഇന്റർനാഷണൽ കോർപ്പറേഷൻ, മാറ്റർ റിലേറ്റഡ് ടു ഇന്റർനാഷണൽ കോർപ്പറേഷൻ, HR ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, ഇതൊക്കെ ജനറൽ അറേഞ്ച്മെൻറ്റ്, ലീഗൽ ട്രെയിനിങ് അല്ലേ, ട്രെയിനിങ് ഫോർ ഫുഡ് ബിസിനസ് ഓപ്പറേറ്റേഴ്സിന്, റെഗുലേറ്ററി സ്റ്റാഫ്സിന്, ഈ കപ്പാസിറ്റി ബിൽഡിംഗ് പ്രോഗ്രാം പോലെയാണ്. വെച്ചാൽ ഫുഡ് ബിസിനസ് ഓപ്പറേറ്റേഴ്സ് എന്തൊക്കെ കാര്യങ്ങളിൽ ഒരു ഫുഡ് പ്രോഡക്ട്സ് ഇറക്കുമ്പോൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ FSSAI ഒഫീഷ്യൽസ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സ് എന്തൊക്കെ കാര്യമാണ് ശ്രദ്ധിക്കേണ്ടതിനെ പറ്റി ട്രെയിനിങ് ഒക്കെ കൊടുക്കാനായിട്ട് ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. ലീഗൽ മാറ്റേഴ്സ് നോക്കാൻ ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. ജനറൽ അഡ്മിനിസ്ട്രേഷൻ, ജനറൽ അറേഞ്ച്മെൻറ്റ്, പബ്ലിക് ഗ്രീവൻസസ്, RTI, പാർലമെൻറ്റ് ക്വസ്റ്റ്യൻ, രാജ്ഭാഷ മീൻസ് ഹിന്ദി, ട്രാൻസ്ലേറ്റർ വർക്ക് ഹിന്ദി ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ജനറൽ അറേഞ്ച്മെൻറ്റ് എന്ന് പറയും. HR ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഉണ്ട്, ഇന്റർനാഷണൽ കോർപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്, വിജിലൻസ്, ഫിനാൻസ്, പിന്നെ ഇതിന് മുമ്പ് കണ്ട പ്രധാനപ്പെട്ട SBCD, ഇൻഫർമേഷൻ ടെക്നോളജി, ഇമ്പോർട്ടഡ്, റെഗുലേറ്ററി കംപ്ലയൻസ്, ക്വാളിറ്റി അഷുറൻസ്, റെഗുലേഷൻസ് ആൻഡ് കോഡെക്സ്, സയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ്, ഈ പറയുന്ന എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സ് FSSAIയുടെ കീഴിൽ വരുന്നതാണ്. ഓക്കെ, അതിൽ CEO, ചെയർപേഴ്സൺ, ഫുഡ് അതോറിറ്റി 22 മെമ്പർ, CEO, സയൻറ്റിഫിക് പാനൽ, സയൻറ്റിഫിക് കമ്മിറ്റി, സെൻട്രൽ അഡ്വൈസറി കമ്മിറ്റി. സയൻറ്റിഫിക് പാനൽ ആസ് പെർ സെക്ഷൻ 13, സയൻറ്റിഫിക് പാനൽ എന്ന് പറഞ്ഞാൽ ആസ് ഡീം നെസസറി ആൻഡ് കൺസിസ്റ്റിംഗ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് സയൻറ്റിഫിക് എക്സ്പേർട്സ് ആൻഡ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സ്വതന്ത്രരായ ശാസ്ത്രജ്ഞരും എക്സ്പേർട്സും സയൻറ്റിസ്റ്റൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഈ സെക്ഷൻ 13 പ്രകാരമാണ് സയൻറ്റിഫിക് പാനൽസ്. അത് എത്ര വേണോ അവർക്ക് വയ്ക്കാം, എന്താണോ നീഡ്, what is the need of the current situation, according to that the scientific panel may be constituted എന്നാണ് പറയുന്നത്. അപ്പോൾ സയൻറ്റിഫിക് പാനൽസ് എത്ര വേണം, അതിൽ സയൻറ്റിസ്റ്റ് ഉണ്ടാവും, സയൻറ്റിഫിക് എക്സ്പേർട്സ് ഉണ്ടാവും, അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ട് FSSAI however must, അങ്ങനെ സയൻറ്റിസ്റ്റുകളെ വയ്ക്കുമ്പോൾ എന്ത് ചെയ്യണം, that scientific panel must establish the scientific, FSSAI must establish the scientific panel on ഫുഡ് അഡിറ്റീവ്സ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു പാനൽ ഉണ്ടായിരിക്കണം. ഫ്ലേവറിങ്, ഫുഡ് അഡിറ്റീവ്സിൻ്റെ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുകയാണ്. ഫുഡ് അഡിറ്റീവ്സ്, ഫ്ലേവറിങ്, പ്രോസസ്സിങ് എയ്ഡ്സ് ആൻഡ് മെറ്റീരിയൽസ് ഇൻ കോൺടാക്ട് വിത്ത് ഫുഡ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഫുഡ് പ്രോസസ്സിംഗ് ആയിട്ട് സഹായിക്കുന്ന കാര്യങ്ങൾ, ഇൻസ്ട്രുമെൻസും, പിന്നെ ആഡ് ചെയ്യുന്ന കണ്ടൻസും, അതിനെയൊക്കെ പറ്റി നോക്കാനായിട്ട് അതിന് മേലൊരു പാനൽ ശ്രദ്ധിക്കാനുണ്ടായിരിക്കണം. പാനൽ ഈ പറയുന്ന ഫുഡ് അഡിറ്റീവ്സിനെയും ഫ്ലേവറിങ്ങിനെയും സംബന്ധിച്ച് ചേർക്കുന്ന ആഡഡ് കളേഴ്സ്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നോക്കാനായിട്ടും പാനലിൽ കഴിവുണ്ടായിരിക്കണം. പെസ്റ്റിസൈഡ്സ്, ആൻറ്റിബയോട്ടിക്സ് റെസിഡ്യൂസ് ഉണ്ടോ നോക്കാൻ ഉണ്ടായിരിക്കണം. GMO, ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ് ആൻഡ് ഫുഡ്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സയൻറ്റിഫിക് പാനൽസ് പരിഗണിക്കണം. ഫങ്ഷണൽ ഫുഡ്, ന്യൂട്രാസ്യൂട്ടിക്കൽസ്, ഡയറ്റിക് പ്രോഡക്ട്സ് ആൻഡ് അതർ സിമിലർ പ്രോഡക്ട്സ്, ബയോളജിക്കൽ ഹസാർഡ്സ്, കണ്ടാമിനൻസ് ഇൻ ദ ഫുഡ് ചെയിൻ, ലേബലിംഗ്, മെത്തേഡ്സ് ഓഫ് സാമ്പിളിംഗ് ആൻഡ് അനാലിസിസ്, ഈ പറയുന്ന 10 കാര്യങ്ങൾ. ഒന്ന് റിപ്പീറ്റാണ്, ഫുഡ് അഡിറ്റീവ്സ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 10 കാര്യങ്ങൾ, പെസ്റ്റിസൈഡ്സ് ആൻഡ് ആൻറ്റിബയോട്ടിക്സ് റെസിഡ്യൂസ്, ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ് ആൻഡ് ഫുഡ്, ഇത് ആക്റ്റിൽ വളരെ വിശദമായിട്ട് എലാബറേറ്റ് ചെയ്ത് പറയുന്നു. നമുക്ക് ആക്റ്റിൽ അത്രയും വിശദമായിട്ട് ഇതിൻ്റെ കാര്യം വേണ്ട. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു എന്ന കാര്യം നമ്മൾ ഓർക്കുക വയ്ക്കുക. ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ് ആൻഡ് ഫുഡ്സ്, ഫങ്ഷണൽ ഫുഡ്സ്, ന്യൂട്രാസ്യൂട്ടിക്കൽസ്, ഡയറ്റിക് പ്രോഡക്ട്സ് ആൻഡ് അതർ സിമിലർ പ്രോഡക്ട്സ്, ബയോളജിക്കൽ ഹസാർഡ്സിനെ സംബന്ധിച്ച്, ഫുഡ് ചെയിനിലുള്ള കണ്ടാമിനൻസ്, അതിലെന്തെങ്കിലും അപചയങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത്, ലേബലിംഗ് സ്റ്റാൻഡേർഡ്സ് നോക്കണം, സാമ്പിളിംഗ് ആൻഡ് അനാലിസിസ് എങ്ങനെയായിരിക്കണം നടത്തേണ്ടത്, ഈ കാര്യങ്ങളിൽ മേൽ ശ്രദ്ധ ചെലുത്തുകയും അതിൽ മേലുള്ള കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ സയൻറ്റിഫിക് പാനൽ ഉണ്ടായിരിക്കണം. ഇതുവരെ ടിൽ ഡേറ്റ് 21 സയൻറ്റിഫിക് പാനൽസ് ഹാവ് ബീൻ കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ ദി ആക്ട്. ഇതുവരെ 21 സയൻറ്റിഫിക് പാനൽസ് ആണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യാനായിട്ട്. സയൻറ്റിഫിക് കമ്മിറ്റി വേറെയാണ്. ആസ് പെർ സെക്ഷൻ 14 സയൻറ്റിഫിക് കമ്മിറ്റി വരുന്നത്. സയൻറ്റിഫിക് കമ്മിറ്റി കൺസിസ്റ്റിംഗ് സയൻറ്റിഫിക് എക്സ്പേർട്സ്, മറ്റത് സയൻറ്റിഫിക് എക്സ്പേർട്സ് ആൻഡ് ടെക്നിക്കൽ എക്സ്പേർട്സ് ആണ്. മറ്റതിൽ ആരൊക്കെയാണ് വരുന്നത്? ഇൻഡിപെൻഡൻറ്റ് സയൻറ്റിഫിക് എക്സ്പേർട്സ് ആൻഡ് സയൻറ്റിസ്റ്റ്. പുറത്തുനിന്ന് ഇത് സയൻറ്റിഫിക് കമ്മിറ്റിയിൽ വരുമ്പോൾ സയൻറ്റിഫിക് എക്സ്പേർട്സ് മാത്രമായിട്ട്. അപ്പം അതിൽ ചെയർപേഴ്സൺ ഓഫ് ഓൾ ദ സയൻറ്റിഫിക് പാനൽസ് are also its members and besides the chairperson of the of all scientific panels.
എല്ലാ ഇപ്പോൾ 21 സയൻറ്റിഫിക് പാനൽസിൽ എന്താണ് ഈ പറയുന്ന 21 സയൻറ്റിഫിക് പാനൽസിലെ ചെയർപേഴ്സൺമാർ ഈ സയൻറ്റിഫിക് കമ്മിറ്റിയിലെ അംഗങ്ങളാണ്. ആൻഡ് ബിസൈഡ്സ് ദ ചെയർപേഴ്സൺ ഓഫ് ഓൾ ദ സയൻറ്റിഫിക് കമ്മിറ്റി. ഓക്കെ, ഈ സയൻറ്റിഫിക് കമ്മിറ്റിയിലെ എല്ലാ സയൻറ്റിഫിക് പാനൽസിലെ ചെയർപേഴ്സൺസും ഈ സയൻറ്റിഫിക് കമ്മിറ്റിയിലെ അംഗങ്ങളാണ്. അവർ സയൻറ്റിഫിക് പാനലിലെ ചെയർപേഴ്സൺ ആയാൽ കൂടിയും ആ സയൻറ്റിഫിക് പാനൽസിലെ എല്ലാ ചെയർപേഴ്സൺസും ഈ സയൻറ്റിഫിക് കമ്മിറ്റിയുടെ അംഗങ്ങളാണ്. അപ്പോൾ അതിൽ 6 ഇൻഡിപെൻഡൻറ്റ് സയൻറ്റിഫിക് എക്സ്പേർട്സ് ആണ് പറയുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 6 ഇൻഡിപെൻഡൻറ്റ് സയൻറ്റിഫിക് എക്സ്പേർട്സ് ഹു ആർ നോട്ട് അസോസിയേറ്റഡ് ടു എനി ഓഫ് ദി സയൻറ്റിഫിക് പാനൽസ്. ഈ ചെയർപേഴ്സൺസ് കൂടാതെ തന്നെ സ്വതന്ത്രമായിട്ട് സയൻറ്റിഫിക് എക്സ്പേർട്സ് അല്ലാതെ തന്നെ ഉണ്ട്. സയൻറ്റിഫിക് കമ്മിറ്റിയുടെ ഡ്യൂട്ടി എന്തെന്ന് പറഞ്ഞാൽ ഈസ് റെസ്പോൺസിബിൾ ഫോർ പ്രൊവൈഡിങ് എ സയൻറ്റിഫിക് ഒപ്പീനിയൻ ടു ദി അതോറിറ്റി ആൻഡ് ഹാസ് എ പവർ ടു ഹോൾഡ് പബ്ലിക് ഹിയറിംഗ്സ് വെയർ നെസസറി. സയൻറ്റിഫിക് കമ്മിറ്റിയുടെ പ്രത്യേകത അതിൽ എല്ലാ സയൻറ്റിഫിക് പാനൽസിൻ്റെയും ചെയർപേഴ്സൺസ് അതിലെ മെമ്പറാണ്. അവരിപ്പോൾ സയൻറ്റിഫിക് പാനൽസിൽ ചെയർപേഴ്സൺ ആയാൽ കൂടിയും സയൻറ്റിഫിക് കമ്മിറ്റിയിൽ ഈ പറയുന്ന ചെയർപേഴ്സൺസ് എല്ലാം മെമ്പറായിരിക്കും. പ്ലസ് ഒരു 6 ഇൻഡിപെൻഡൻറ്റ് സയൻറ്റിഫിക് എക്സ്പേർട്സ് ഉണ്ടാകും. ഈ സയൻറ്റിഫിക് കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടു പ്രൊവൈഡ് റെസ്പോൺസിബിൾ സയൻറ്റിഫിക് ഒപ്പീനിയൻ ടു ദി അതോറിറ്റി. അതോറിറ്റി എന്ന് പറയുമ്പോൾ ഫുഡ് അതോറിറ്റി, FSSAI അല്ലേ. അപ്പോൾ സയൻറ്റിഫിക് കമ്മിറ്റിയാണ് ഉത്തരവാദിത്തപരമായിട്ടുള്ള സയൻറ്റിഫിക് ഒപ്പീനിയൻ FSSAIക്ക് കൊടുക്കുകയും വേണമെങ്കിൽ എന്താണ് ജനങ്ങളുടെ അഭിപ്രായം രൂപീകരിക്കാനും പബ്ലിക് ഹിയറിംഗ് നടത്താനുള്ള അധികാരവും ഈ സയൻറ്റിഫിക് കമ്മിറ്റിക്ക് ഉണ്ട്. ഒരു ഫുഡ് പാർട്ടിക്കിളിനെ സംബന്ധിച്ച് ഒരു ഫുഡ് ഇപ്പോൾ മാഗിയുടെ ഒക്കെ ഒരു ഇഷ്യൂ എന്താണെന്ന് നമുക്കറിയാമല്ലോ, ലെഡ് കണ്ടന്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി കണ്ടുപിടിക്കുകയും അത് നിരോധിക്കുകയും ചെയ്തു. ഇതിന്മേൽ ചർച്ചകളൊക്കെ നടക്കുകയുണ്ടായി, പബ്ലിക് ഹിയറിംഗ് ഒക്കെ ഉണ്ട്. അതിൻ്റെ പിൻബലത്തിലാണ് ഈ പറയുന്ന അതിനെ ബാൻ ചെയ്തത്. പിന്നെ ഇപ്പോൾ വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട്. ഇപ്പോൾ ബ്രെഡ് ആയാലും നിങ്ങൾക്ക് കാണാം അല്ലേ, ബ്രെഡ് ഒരു സമയത്ത് അതിൽ ഈ കാർസിനോ ആയിട്ട് ബന്ധപ്പെട്ട കെമിക്കൽസ് ചേർക്കുന്നുണ്ടെന്ന് പറഞ്ഞ് 2 ആഴ്ച വലിയ വാർത്തയായി. ഇപ്പോൾ ബ്രെഡൊക്കെ നിർത്തി, അത് ചേർക്കുന്ന കണ്ടന്റ് കുറഞ്ഞ് ബ്രെഡിൻ്റെ ടേസ്റ്റ് കുറഞ്ഞു അല്ലേ. പിന്നെ വാർത്ത എങ്ങനെയോ മുങ്ങിപ്പോയി. വീണ്ടും ബ്രെഡ് അതേ രുചിയോടുകൂടി അതേ കാര്യങ്ങളോടുകൂടി വീണ്ടും ബ്രെഡെല്ലാം ഫാക്ടറീസിലും എല്ലാത്തിലും വന്നു തുടങ്ങി. ആർക്കും പരാതിയില്ല, ആരും പരാതി പോകുന്നില്ല. ഇതാണ് സംഭവം. പിന്നെ ഇതേപോലെ ഫിഷ് കൊണ്ടുവരുമ്പോൾ അത് മത്സ്യം കൊണ്ടുവരുമ്പോൾ അതിൽ ചേർക്കുന്ന അഡിറ്റീവ്സ് അത് കഴിക്കുന്ന ഒരു പ്രദേശത്തിൻ്റെ കുറേ പേര് അത് ബാധിക്കുകയുണ്ടായി. പക്ഷേ അത് പരാതി പറയാൻ പേടിയാണ്. ഇയാൾക്കെതിരെ പരാതി പറഞ്ഞാൽ എന്ത് ചെയ്യും, ഫുഡ് സേഫ്റ്റി എന്താ ചെയ്യുക, ഇങ്ങനെ ചെയ്യും എന്നൊക്കെ ഒരു ഇതുണ്ട്. അപ്പം ഇതിനൊക്കെ എന്താണ് ഒരാൾ മുന്നിട്ട് ഇറങ്ങിയാൽ മാത്രമേ, ഇപ്പോൾ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താതെ തന്നെ നിങ്ങൾക്കത് സാമ്പിൾ അവിടെ കൊണ്ടു കൊടുക്കാം, അവർ പരിശോധിക്കും, അവരെ നോക്കും, അവരതിന് മേൽ നടപടിയെടുക്കാനൊക്കെ സാധിക്കും. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ എൻ്റെ കുടുംബം ഇല്ലാതാകുമോ എന്നൊരു ചിന്ത, ആ ഒരു ചിന്ത മാറണം. ഈ ഒരു പബ്ലിക് സർവൻ്റായിട്ട് നിങ്ങൾ വരുമ്പോൾ, അങ്ങനെ പബ്ലിക്കിന് വേണ്ടി വരുമ്പോൾ നിങ്ങൾ ആ ചിന്ത കളയണം. അങ്ങനെയല്ല, നിങ്ങൾ ഒന്ന് ഉണർന്നു നിന്നാൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ സയൻറ്റിഫിക് പാനൽ, സയൻറ്റിഫിക് കമ്മിറ്റി, പിന്നെ വരുന്നത് ഞാൻ പറഞ്ഞു സെൻട്രൽ അഡ്വൈസറി കമ്മിറ്റി. ദ മെയിൻ പർപ്പസ് ഓഫ് CAC is to ensure close cooperation. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റിയും എൻഫോഴ്സ്മെൻറ്റ് ഏജൻസിയും തമ്മിലുള്ള ഒരു അത്രയും വലിയൊരു സഹകരണം ഉറപ്പാക്കുക എന്നാണ് CACയുടെ ചുമതല. അത് എന്തിൻ്റെ കാര്യത്തിലാണ് സഹകരണം? ഇൻ ദ ഫീൽഡ് ഓഫ് ഫുഡ് ആൻഡ് സ്പെസിഫിക്കലി ലുക്സ് ആഫ്റ്റർ പ്രയോറിറ്റൈസേഷൻ ഓഫ് വർക്ക്, ഐഡൻറ്റിഫൈയിങ് പൊട്ടൻഷ്യൽ റിസ്ക്, പൂളിംഗ് ഓഫ് നോളജ് എക്സെട്ര. അപ്പോൾ ഒരു ഫുഡ് പ്രോസസ്സിങ് അല്ലെ ഫുഡ് ബ്രാൻഡ് അതുമായിട്ട് ബന്ധപ്പെട്ട് ലേബലിംഗ് സ്റ്റാൻഡേർഡ്സ് ഇതൊക്കെ നോക്കിയിട്ട് ഇതിൻ്റെ പൊട്ടൻഷ്യൽ റിസ്കുകളെ സംബന്ധിച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇതിൻ്റെ ഇമ്പാക്റ്റുകളെയൊക്കെ പഠിക്കാൻ സമഗ്രമായ വിവരങ്ങളൊക്കെ ശേഖരിച്ച ശേഷം ഇതിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യാൻ സാധിക്കും, അതിനെ അഡ്രസ്സ് ചെയ്യാനുള്ള എൻഫോഴ്സ്മെൻറ്റ് ഏജൻസീസുമായിട്ട് കോപ്പറേറ്റ് ചെയ്ത് വേണ്ട നടപടികൾ എടുക്കാനായിട്ട് രൂപീകരിച്ചതാണ് സെൻട്രൽ അഡ്വൈസറി കമ്മിറ്റി എന്ന് പറയുന്നത്. ക്ലോസ് കോപ്പറേഷൻ വിത്ത് ക്ലോസ് കോപ്പറേഷൻ ബിറ്റ്വീൻ ദി അതോറിറ്റി ആൻഡ് ദി എൻഫോഴ്സ്മെൻറ്റ് ഏജൻസീസ്. ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇവിടെ നോട്ട് ചെയ്യേണ്ട CAC. ഓക്കെ, CACയിൽ 2 അംഗങ്ങൾ വരുന്നു. അതിൽ ഫുഡ് ഇൻഡസ്ട്രി എന്നും അഗ്രികൾച്ചർ, കൺസ്യൂമേഴ്സ്, റെലവൻറ്റ് റിസർച്ച് ബോഡീസ് ആൻഡ് ഫുഡ് ലാബറട്ടറീസ്, കമ്മീഷണേഴ്സ് ഓഫ് ഫുഡ് സേഫ്റ്റി ആൻഡ് ദ ചെയർപേഴ്സൺ ഓഫ് ദി സയൻറ്റിഫിക് കമ്മിറ്റി. അപ്പോൾ ഇതിലെ CACയിലെ അംഗങ്ങളെന്ന് പറഞ്ഞാൽ 2 മെമ്പേഴ്സ് ഉണ്ട്. അവർ
ഭക്ഷ്യ വ്യവസായത്തിൽ നിന്നും അഗ്രികൾച്ചറോ കൺസ്യൂമറോ അല്ല റിലവൻറ്റ് റിസർച്ച് ബോഡീസിനോ അല്ലെ ഫുഡ് ലാബറട്ടറീസിനൊക്കെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കണം. പിന്നെ കമ്മീഷണേഴ്സ് ഓഫ് ഫുഡ് സേഫ്റ്റി, അതായത് സംസ്ഥാന തലത്തിലുള്ള അവരെല്ലാം എന്താണ് ഈ CAC അംഗങ്ങളായിരിക്കും. ആൻഡ് ചെയർപേഴ്സൺ ഓഫ് സയൻറ്റിഫിക് കമ്മിറ്റിയിലെ ചെയർപേഴ്സൺ ഇതിൽ അംഗമാണ് ഉണ്ടായിരിക്കും. അപ്പോൾ 2 മെമ്പേഴ്സ്, പിന്നെ കമ്മീഷണേഴ്സ് ഓഫ് ഫുഡ് സേഫ്റ്റി, ചെയർപേഴ്സൺ ഓഫ് ദി സയൻറ്റിഫിക് കമ്മിറ്റി. കമ്മീഷണേഴ്സ് എത്ര പേര്? ഇപ്പോൾ ഒരു സംസ്ഥാനത്തിന് തന്നെ അല്ലേ പ്രധാനപ്പെട്ട യൂണിയൻ ടെറിട്ടറീസിലൊക്കെ കമ്മീഷണർമാരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവരൊക്കെ അംഗങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ, CACയുടെ സെൻട്രൽ അഡ്വൈസറി കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ എന്ന് പറഞ്ഞാൽ ബൈ വെർച്യൂ ഓഫ് ഹിസ് ഓഫീസ്, അതാണ് എക്സ് ഒഫീഷ്യോ എന്ന് പറയുന്നത്. ആ സ്ഥാനം വഹിക്കുന്നത് കൊണ്ട് തന്നെ എന്താണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് FSSAI ഈസ് ദി എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ ഓഫ് CAC. സെൻട്രൽ അഡ്വൈസറി കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആരാണെന്ന് ചോദിച്ചാൽ CEO, ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് ഇതിൻ്റെ CEO എന്ന് പറയുന്നത്. ഇപ്പോൾ ചെയർപേഴ്സൻ്റെ ഫംഗ്ഷന് നമുക്ക് ചെയർപേഴ്സൺ ആരാന്ന് നോക്കാം. ഇനി ചെയർപേഴ്സൻ്റെ ഏറ്റവും പ്രധാനമായ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാം. FSSAIയുടെ ചെയർപേഴ്സൺ ആരായിരിക്കണം, ആരാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്, എത്ര കാലത്തേക്കാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഫങ്ഷണൽ ഹെഡ് ഓഫ് ഫുഡ് അതോറിറ്റി ആരെന്ന് ചോദിച്ചാൽ എന്താണ്, അത് ചെയർപേഴ്സൺ ആണ്. സെൻട്രൽ ഗവൺമെൻറ് ആണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഫോർ എ പീരീഡ് ഓഫ് 3 years ആണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഇയാളെ സെലക്ട് ചെയ്യുന്നത് എമംഗ് ദ പേഴ്സൺസ് ഓഫ് എമിനൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് ഫുഡ് സയൻസ് ഓർ എമംഗ് ദി പേഴ്സൺസ് ഫ്രം ദി അഡ്മിനിസ്ട്രേഷൻ ഹോൾഡിംഗ് ഓർ ഹാസ് ഹെൽഡ് ദ പൊസിഷൻ നോട്ട് ബിലോ ദി റാങ്ക് ഓഫ് സെക്രട്ടറി ടു ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. പേഴ്സൺ ഓഫ് എമിനൻസ്, ഇപ്പം ഇയാൾക്ക് നല്ലൊരു വ്യക്തിത്വം അല്ലെങ്കിൽ ഫുഡ് മേഖല, ഭക്ഷ്യമേഖലയായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ഒരു അല്ലേ ഒരു ജ്ഞാനമൊക്കെ ഉള്ള ഒരാളല്ലേ, എമിനൻസ്, അതിൽ ഭക്ഷ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ജ്ഞാനവൈശിഷ്ട്യമുള്ള ഒരാളായിട്ടൊക്കെ കണക്കാക്കുന്ന ഒരാളെ സെൻട്രൽ ഗവൺമെൻറ്റിന് 3 വർഷത്തേക്ക് ആരാകാം, ഒരു FSSAIയുടെ ചെയർപേഴ്സണായിട്ട് നിയമിക്കാം. അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് തലത്തിൽ സെക്രട്ടറി ലെവലിൽ താഴെയുള്ള ആളല്ലാതെ സെക്രട്ടറി ലെവലിൽ ജോലി ചെയ്ത് നല്ല രീതിയിൽ ഭരണ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരാളെയും വേണമെങ്കിൽ ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് അതോറിറ്റിയുടെ ചെയർപേഴ്സണായിട്ട് വയ്ക്കാം. ഇതാണ് പുണ്യസലില ശ്രീവാസ്തവ IAS. അദ്ദേഹമാണ് ചെയർപേഴ്സണായിട്ട് ഇരിക്കുന്നത് ഈ അഡ്മിനിസ്ട്രേഷൻ്റെ കാര്യമായിട്ട് പറയുന്നത്. അല്ലെങ്കിൽ വേറൊരാളിന് മുമ്പുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ IAS ഒന്നല്ല, ഈ പറയുന്ന ഫീൽഡ് ഓഫ് ഫുഡ് സയൻസ് ഓർ എമംഗ് ദി പേഴ്സൺ ഇൻ ഫീൽഡ് ഓഫ് ഫുഡ് സയൻസുമായിട്ട് ബന്ധപ്പെട്ട് നല്ല രീതിയിൽ ഉള്ള സംഭാവനകൾ നൽകിയ ആളുടെയും വേണമെങ്കിൽ ഇതിൻ്റെ ഭാഗമായിട്ടും വയ്ക്കാം. ഇപ്പോൾ MS സ്വാമിനാഥനെ പോലെയുള്ള ആൾക്കാരെയൊക്കെ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ് വേണമെങ്കിൽ ഇത് ചെയർപേഴ്സണായിട്ട് വെക്കാം. അപ്പോൾ ഫുഡ് സയൻസുമായിട്ട് ബന്ധപ്പെട്ട് നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെച്ച ഒരാളെ ചെയർപേഴ്സണായിട്ട് വെക്കാം. അല്ലെങ്കിൽ സെക്രട്ടറി ലെവലിൽ താഴെ അല്ലാതെ ഒരാളെ നല്ലൊരു അഡ്മിനിസ്ട്രേഷൻ ഭരണ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പരിചിതമായ ഒരാളെ ചെയർപേഴ്സണായിട്ട് വയ്ക്കാൻ പറ്റും. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്നത് ഫുൾ ടൈം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. എക്സിക്യൂട്ടീവ് പോസ്റ്റ് ആയതുകൊണ്ട് അതൊരു 3 വർഷം 3 വർഷം കഴിഞ്ഞാൽ മാറണം അങ്ങനെയൊന്നുമില്ല. ചെയർപേഴ്സൺ മാറും, 3 വർഷം കഴിയുമ്പോൾ മാറും. ദ അതോറിറ്റി ആസ് എ ഫുൾ ടൈം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അപ്പോയിൻറ്റഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. പക്ഷേ ഇവർ മാറൂല എന്നല്ല, ഗവൺമെൻറ്റിനെ വേണമെങ്കിൽ അയാളെ മാറ്റാം, വേറൊരു പോസ്റ്റിലേക്ക് ഒരാളെ കൊണ്ടുവരും അല്ലേ. അപ്പോൾ ദ അതോറിറ്റി ആസ് എ ഫുൾ ടൈം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, CEOനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഹു സൂപ്പർവൈസസ് ഡേ ടു ഡേ അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക്. അപ്പോൾ നേരത്തെ പറഞ്ഞ സയൻറ്റിഫിക് പാനൽ കമ്മിറ്റി, സെൻട്രൽ അഡ്വൈസറി കമ്മിറ്റി, റെഗുലേറ്ററി ബോഡി, നമ്മൾ നേരത്തെ കണ്ടത് എല്ലാവരുടെയും ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷൻസ് വർക്ക്, പ്രപ്പോസൽസ്, വർക്ക് ഇൻ കൺസൾട്ടേഷൻ വിത്ത് സെൻട്രൽ അഡ്വൈസറി കമ്മിറ്റി, ഇംപ്ലിമെൻറ്റേഷൻസ്, ബാക്കിയുള്ള സയൻറ്റിഫിക് ടെക്നിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് സപ്പോർട്ട്, ഈ പറയുന്ന കാര്യങ്ങളുടെ ഡേ ടു ഡേ അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക് കൈകാര്യം ചെയ്യുന്നത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാകും. തീർച്ചയായിട്ടും സെക്രട്ടറി ലെവലിലുള്ള ആൾ തന്നെയായിരിക്കും അതിൽ വരിക. ആൻഡ് കേസ് കൊടുക്കുമ്പോൾ FSSAI ഒരു സ്ഥാപനത്തിനെതിരെ FSSAIക്ക് കേസ് കൊടുക്കണമെങ്കിൽ CEO ആണ് FSSAIയെ റെപ്രസെൻ്റ് ചെയ്ത് കേസ് ഫയൽ ചെയ്യുന്നത്. FSSAIക്ക് എതിരെ കേസ് ഫയൽ ചെയ്യണമെങ്കിൽ CEOനെ അഡ്രസ്സ് ചെയ്താണ്
എഗൻസ്റ്റ് CEO ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ വേഴ്സസ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ കേസ് ഫയൽ ചെയ്യുക. അപ്പോൾ CEO ഈസ് ഓൾസോ ദി ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദി അതോറിറ്റി. ഹൂ ഇസ് ദ ലീഗൽ, ഇത് മുമ്പ് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഹൂ ഇസ് ദ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദി ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി എന്ന് ചോദിച്ചാൽ CEO ആണ് വരുന്നത്. He has also shall exercise the power of the Commissioner of Food Safety while dealing with matters relating to food safety of such articles. ഫുഡ് സേഫ്റ്റി, ഭക്ഷ്യസുരക്ഷയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വരുമ്പോൾ CEO ആരാവും? ഫുഡ് സേഫ്റ്റി കമ്മീഷണറായിട്ടും സെൻട്രൽ ഫുഡ് സേഫ്റ്റി കമ്മീഷണറായിട്ടും പ്രവർത്തിക്കേണ്ടതായിട്ടും ഉള്ള ചുമതലയും വരുന്നുണ്ട്. അപ്പോൾ ലീഗൽ റെസ്പോൺസിബിൾ ഫങ്ഷൻസ് ലിസ്റ്റഡ് സെക്ഷൻ 10 പ്രകാരമുള്ള ഫങ്ഷൻസ്, അത് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇതിൽ റെസ്പോൺസിബിൾ ആണ് CEOയും. സെൻട്രൽ എക്സിക്യൂട്ടീവ് ഓഫീസർ, the legal representative, is also responsible for the functions listed in section 10 of the Food Safety and Standards Authority Act, Food Safety and Standards Act. പിന്നെ എന്താണ്, also has the power of the Commissioner of Food Safety while dealing with matters relating to food safety of such particles. അപ്പോൾ ഇത്രയുമാണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റിയുടെ പ്രധാനപ്പെട്ട സംവിധാനങ്ങളും ഇതിൻ്റെ അകത്ത് വരുന്ന റെഗുലേറ്ററി ബോഡീസും ആരെന്തൊക്കെയാണ് എന്നും എങ്ങനെയാണ് പാനൽ സയൻറ്റിഫിക് കമ്മിറ്റിയൊക്കെ തിരിഞ്ഞിരിക്കുന്നത്, CAC എന്താണ് എന്നും എങ്ങനെയാണ് ഇവോൾവ് ചെയ്ത് വന്നതെന്നും ആദ്യമായി ആരാണ് ആയതെന്ന കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബേസിൽ നമുക്ക് അല്പം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് അല്ലെങ്കിൽ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഏത് നിയമപ്രകാരമാണ് നിലവിൽ വരുന്നത്? ഏതാണ്? ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ആക്ട് അല്ലെ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് 2006 പ്രകാരമാണ് നിലവിൽ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഏത് മിനിസ്ട്രിയാണ് FSSAI അല്ലെങ്കിൽ FSSAI ആക്ട് നടപ്പിലാക്കാനുള്ള ചുമതലയുള്ള ഏത് മിനിസ്ട്രിക്കാണ്? ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി ആണോ, അഗ്രികൾച്ചർ ആണോ, ഹെൽത്ത് ആൻഡ് ഫാമിലി അഫയേഴ്സ് ആണോ, കൺസ്യൂമർ അഫയേഴ്സ് ആണോ? ഏതാണ്? മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി അഫയേഴ്സ് ആണ് ചുമതലയുള്ളത്. FSSAIയുടെ രൂപീകരിക്കുന്നതും FSSAI ആക്ടിനകത്ത് പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള ചുമതലയുള്ള മന്ത്രാലയം ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. പിന്നെ വരുന്നത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഒഫീഷ്യലി എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷമേത് എന്നാണ് ചോദ്യം. അത് 2008 ആക്ട് വരുന്നത് 2006 അതോറിറ്റി വരുന്നത് 2008. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് വരിക? FSSAIയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ഡൽഹിയിലാണ് വരുന്നത്. പ്രൈമറി ഫംഗ്ഷൻ ഓഫ് FSSAI എന്താണ്? റെഗുലേറ്റിംഗ് ഫുഡ് പ്രൈസിംഗ്, സെറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് എൻഷുറിംഗ് ദ സേഫ്റ്റി ഓഫ് ഫുഡ് ഇൻ ഇന്ത്യ, പ്രൊമോട്ടിംഗ് ഫുഡ് എക്സ്പോർട്ട്, കൺട്രോളിംഗ് ഫുഡ് ഇമ്പോർട്ട് ടാക്സസ്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ FSSAIയുടെ ഫങ്ഷൻസ് തന്നെയാണ്. പ്രൈമറി ഫങ്ഷൻസ്, പ്രാഥമികമായ ഫങ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ സെറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് എൻഷുറിംഗ് ദ സേഫ്റ്റി ഓഫ് ഫുഡ് ഇൻ ഇന്ത്യ. FSSAI ആക്ടിൻ്റെ ഒബ്ജക്റ്റീവിനകത്ത് ഇത് പ്രത്യേകം പരാമർശിക്കുന്നുണ്ട്. അടുത്ത, ഹൗ മെനി മെമ്പേഴ്സ് ആർ ദെയർ ഇൻ ഫുഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ? എത്ര മെമ്പേഴ്സ് ആണുള്ളത്? 22 പേരാണ് മെമ്പേഴ്സായിട്ട് ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അറ്റ്ലീസ്റ്റ് ഹൗ മെനി മെമ്പേഴ്സ് ഓഫ് ഫുഡ് അതോറിറ്റി മസ്റ്റ് ബി വിമൻ? 1/4, 1/5 or 1/3 or half? ഏതാണ്? 1/3 തന്നെയാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹു അപ്പോയിൻറ്റ്സ് ദ മെമ്പേഴ്സ് ഓഫ് ഫുഡ് അതോറിറ്റി? ഫുഡ് അതോറിറ്റിയിലെ മെമ്പേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്ത ആരാണ്? ഇറ്റ് ഈസ് ദി സെൻട്രൽ ഗവൺമെൻറ്. പാർലമെൻ്റ് അല്ല, സുപ്രീം കോർട്ടും അല്ല, മാറിപ്പോകരുത്. പാർലമെൻ്റ് എന്ന് തോന്നും. ഫുഡ് അതോറിറ്റി എന്ന് പറയുമ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ആണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൂ സെർവ്സ് ആസ് ദ മെമ്പർ സെക്രട്ടറി ഓഫ് ഫുഡ് അതോറിറ്റി? ഫുഡ് അതോറിറ്റിയുടെ മെമ്പർ സെക്രട്ടറി എന്ന് പറയുന്ന ആരാണ്? ഹെൽത്ത് മിനിസ്റ്റർ ആണോ, ചെയർപേഴ്സൺ FSSAI ആണോ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആണോ, പ്രൈം മിനിസ്റ്റർ ആണോ? മെമ്പർ സെക്രട്ടറി എന്ന് പറയുന്നത് CEO, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് വരുന്നത്. ഓക്കെ. അണ്ടർ വിച്ച് സെക്ഷൻ ഓഫ് FSSAI ആക്ട് ആർ സയന്റിഫിക് പാനൽസ് ആർ എസ്റ്റാബ്ലിഷ്? സയന്റിഫിക് പാനൽസ് എസ്റ്റാബ്ലിഷ് ചെയ്ത സെക്ഷൻ പ്രകാരമാണ് സെക്ഷൻ 13 പ്രകാരമാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി സയന്റിഫിക് പാനൽസ് ഹാസ് FSSAI കോൺസ്റ്റിറ്റ്യൂട്ടഡ് ടിൽ ഡേറ്റ്? ഇതുവരെ ടിൽ ഡേറ്റ് എത്ര സയന്റിഫിക് പാനൽസ് ഉണ്ട്? നിങ്ങളെ പരീക്ഷയൊക്കെ അടുത്ത് വരുമ്പോഴും അപ്പോഴും നമ്മൾ നോക്കണം എത്രയാണ് സയന്റിഫിക് പാനൽസ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നതെന്ന്. അപ്പോഴും നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് നിലവിൽ 21 പേരാണ്, 21 സയന്റിഫിക് പാനൽസ് ആണ് ഉള്ളത്. ഏതൊക്കെ മേഖലകളിൽ ചെയ്യണമെന്ന് അതിൽ പറയുന്നുണ്ട്. ആ കാര്യങ്ങളും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അടുത്ത നോക്കാം. സയന്റിഫിക് കമ്മിറ്റി എന്ന് പറയുന്നത് എത്ര പേര്, കൺസിസ്റ്റ് ഓഫ് എത്ര പേരാണ് ചോദിക്കുന്നത്? 6 ഇൻഡിപെൻഡൻറ്റ് സയന്റിഫിക് എക്സ്പേർട്സ്, 15 ഗവൺമെൻറ് ഒഫീഷ്യൽസ്, 10 ഫുഡ് ഇൻസ്പെക്ടേഴ്സ്, 12 കൺസ്യൂമർ റെപ്രസെൻറ്റേറ്റീവ്സ്. ഇത്
ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയ ഓപ്ഷൻ ഏതെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ് അല്ലേ. 6 ഇൻഡിപെൻഡൻറ്റ് സയൻറ്റിഫിക് എക്സ്പേർട്ടാണ് ഇതിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സയൻറ്റിഫിക് കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട റോൾ എന്തെന്നാണ് ചോദ്യം. അതിലാദ്യത്തെ ഓപ്ഷൻ കണ്ടക്ടിങ് മാർക്കറ്റ് സർവീസ് ഓൺ ഫുഡ് പ്രൈസിംഗ്, പ്രൊവൈഡിംഗ് സയൻറ്റിഫിക് ഒപ്പീനിയൻസ് ടു ദി അതോറിറ്റി, ഓർഗനൈസിംഗ് ഫുഡ് ട്രേഡ് ഫെയർസ്, ഇഷ്യൂയിങ് ഫുഡ് ലൈസൻസസ് ടു വെൻഡേഴ്സ്. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? പ്രൊവൈഡിംഗ് സയൻറ്റിഫിക് ഒപ്പീനിയൻസ് ടു ദി അതോറിറ്റി. സെൻട്രൽ അഡ്വൈസറി കമ്മിറ്റിയിലെ ചെയർപേഴ്സൺ ആരാന്നാണ് ചോദ്യം. ആരാണ് സെൻട്രൽ അഡ്വൈസറി കമ്മിറ്റി ചെയർപേഴ്സൺ? ചെയർപേഴ്സൺ FSSAI, ഹെൽത്ത് മിനിസ്റ്റർ, പ്രൈം മിനിസ്റ്റർ, CEO. ആരാണ് വരിക? CEO ആണ് എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ ഓഫ് ദി സെൻട്രൽ അഡ്വൈസറി കമ്മിറ്റി ആണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് CAC? സെൻട്രൽ അഡ്വൈസറി കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്താണ്? പ്രൈമറി ഒബ്ജക്റ്റീവ് എന്താണ്? ഞാൻ പറഞ്ഞു, കോഓപ്പറേഷൻ ബിറ്റ്വീൻ ദി അതോറിറ്റി ആൻഡ് എൻഫോഴ്സ്മെൻറ്റ് ഏജൻസീസ്. ഇതാണ് കറക്റ്റായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. FSSAI is responsible for setting standards for എന്താണ് ഫുഡ് സേഫ്റ്റി ആൻഡ് ഹൈജീൻ. ഓക്കെ, എളുപ്പമുള്ള ചോദ്യമാണ്, ഉപയോഗിക്കാൻ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നത് തന്നെയാണ്. ഹു ഹാസ് ദ പവർ ഓഫ് ദ കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റി അണ്ടർ FSSAI? ഫുഡ് സേഫ്റ്റി കമ്മീഷണറിൻ്റെ അധികാരം ഈ പറയുന്നതിൽ ആർക്കാണുള്ളത്? ചെയർപേഴ്സൺ ഓഫ് FSSAI, CEO ഓഫ് FSSAI, മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ അഫയേഴ്സ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ്. ആർക്കാണ് പവർ? CEO ഓഫ് FSSAI. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ സയൻറ്റിഫിക് പാനൽസ് ഓൺ കണ്ടാമിനൻസ് ഇൻ ദ ഫുഡ് ചെയിൻ ഡീൽസ് വിത്ത് പ്രൈസിംഗ് റെഗുലേഷൻ, ഹാംഫുൾ സബ്സ്റ്റൻസസ് ഇൻ ഫുഡ്, എക്സ്പോർട്ട് ഓഫ് ഓർഗാനിക് പ്രോഡക്ട്സ്, മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഫോർ പ്രോസസ്ഡ് ഫുഡ്. ഏതാണ് കറക്റ്റ്? കണ്ടാമിനൻസ് ഇൻ ദ ഫുഡിലെ സയൻറ്റിഫിക് പാനൽ എന്താ നോക്കുക? ഹാംഫുൾ സബ്സ്റ്റൻസസ് ഇൻ ദി ഫുഡ്. എളുപ്പമല്ലേ, പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സയൻറ്റിഫിക് പാനൽസ് ഓൺ ജനറ്റിക്കലി മോഡിഫൈഡ് ആണെങ്കിൽ ടാക്സേഷൻ, സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ്, എക്കണോമിക് ഇമ്പാക്ട്, ഇമ്പോർട്ട് ഡ്യൂട്ടീസ്. ഏതാ നോക്കുക? സയൻറ്റിഫിക് പാനൽ നോക്കുന്നത് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കറണ്ട് ചെയർപേഴ്സൺ ഓഫ് FSSAI? G. കമലവർദ്ധന റാവു, പുണ്യ സലില ശ്രീവാസ്തവ, അരുൺ സിംഗാൾ, രാജേഷ് ഭൂഷൺ. ആരാണ് കറക്റ്റ് ആയിട്ടുള്ളത്? ചെയർപേഴ്സൺ ആണ്. ചെയർപേഴ്സൺ എന്ന് പറയുമ്പോൾ പുണ്യ സലില ശ്രീവാസ്തവ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചെയർപേഴ്സൺ ഓഫ് FSSAI എത്ര വർഷത്തേക്കാണ് നിയമിക്കുന്നത്? 2, 3, 5, 6. ഏത് വർഷം? എത്ര വർഷം? 3 വർഷം. 3 വർഷത്തിലേക്കാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കറണ്ട് CEO ആരാണ്? രാജേഷ് ഭൂഷണാണോ, അരുൺ സിംഗാളാണോ, G. കമലവർദ്ധന റാവു ആണോ, വിനോദ് കുമാർ ആണോ? G. കമലവർദ്ധന റാവു ആണ് കറണ്ട് CEO ഓഫ് FSSAI. അടുത്തത്, CEOയുടെ പ്രധാനപ്പെട്ട ജോലി എന്താണ്? സൂപ്പർവൈസിങ് ദ ഡെയിലി അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക്. എല്ലാ കാര്യങ്ങളും ആ ലിസ്റ്റ് ഓഫ് ഫങ്ഷൻസ് അണ്ടർ സെക്ഷൻ 10. അതിങ്ങനെ ചോദിക്കുന്നത് ലിസ്റ്റ് ഓഫ് ഫങ്ഷൻസ് അണ്ടർ സെക്ഷൻ 10ൻ്റെ റെസ്പോൺസിബിലിറ്റി. ഓൾസോ ലിസ്റ്റ് ഓഫ് ഫങ്ഷൻസ് അണ്ടർ സെക്ഷൻ 10 ഓഫ് FSS ആക്ട്. ഓക്കെ, അതും കൂടി വരുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹു ഹാസ് എ കാസ്റ്റിംഗ് വോട്ട് ഇൻ ഫുഡ് അതോറിറ്റി മീറ്റിംഗ്? വോട്ട് ചെയ്യാനുള്ള അധികാരം എല്ലാ മെമ്പേഴ്സിനും ഒരു കാര്യമുണ്ട്, പക്ഷേ ഇയാൾക്ക് പ്രത്യേകമായിട്ട് വോട്ട് ചെയ്യാൻ സാധിക്കും. ആർക്കാണ് പറ്റിയത്? ചെയർപേഴ്സണാണ് വോട്ട് കാസ്റ്റ് ചെയ്യാനുള്ള അധികാരം ഉണ്ട്. വോട്ട് ചെയ്യാനുള്ള അധികാരം ഉണ്ട്. കാസ്റ്റിംഗ് വോട്ട് ചെയ്യാൻ പറ്റും. അടുത്ത്, ഹു ഇസ് ദ ഫങ്ഷണൽ ഹെഡ് ഓഫ് ഫുഡ് അതോറിറ്റി? ഫങ്ഷണൽ ഹെഡ് ആരാണ്? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ചെയർപേഴ്സൺ, സെൻട്രൽ അഡ്വൈസറി കമ്മിറ്റി, സയൻറ്റിഫിക് കമ്മിറ്റി. ആരാണ്? ചെയർപേഴ്സൺ ആണ് ഫങ്ഷണൽ ഹെഡ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചെയർപേഴ്സൺ ഓഫ് FSSAI എത്രയാണ്? 3 വർഷത്തേക്കാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഇത് റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്, വേണമെങ്കിൽ കൊടുത്താൽ മതി. റിപ്പീറ്റ്. ഞാൻ ഇങ്ങനെ വെട്ടിയിടുക. അയ്യോ, വെട്ടാത്തത് വെട്ട്. ഓക്കെ, ഇത് വേണ്ട. ഓക്കെ, അടുത്തത്, ചെയർപേഴ്സണെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആര് എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. സുപ്രീം കോടതിയാണോ, പ്രൈം മിനിസ്റ്റർ ആണോ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണോ, പാർലമെൻ്റ് ആണോ? ആ ആക്റ്റിൽ കറക്റ്റ് സ്പെസിഫൈ ചെയ്ത് പറയുന്നു ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ് FSSAI ചെയർപേഴ്സണെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചെയർപേഴ്സൺ ഓഫ് FSSAI സെലക്ടഡ് ഫ്രം ഇൻഡിവിജ്വൽ വിത്ത് എക്സ്പീരിയൻസ് ഇൻ ഫിനാൻസ് ആൻഡ് ബാങ്കിങ്, eminent person in the field of food science or administration,
മെമ്പേഴ്സ് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഓർഗനൈസേഷൻ. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ വരിക? എമിനന്റ് പേഴ്സൺസ് ഇൻ ദ ഫീൽഡ് ഓഫ് ഫുഡ് സയൻസ് ഓർ അഡ്മിനിസ്ട്രേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹു ഇസ് ദി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് FSSAI? ആരാണ്? ഹു അപ്പോയിൻറ്റ്സ് ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ? ആരാണ് CN അപ്പോയിൻറ്റ് ചെയ്യുന്നതും? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്? സൂപ്പർവൈസിങ് ഡെയിലി അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക് ആൻഡ് കോർഡിനേറ്റിംഗ് വിത്ത് CAC, സെൻട്രൽ അഡ്വൈസറി കമ്മിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ. Under which section of the Act does the CEO of FSSAI exercise the power of the Commissioner of Food Safety? ഏത് സെക്ഷൻ പ്രകാരം? സെക്ഷൻ 10 പ്രകാരമാണ് എന്താണ് CEO of FSSAIക്ക് ഫുഡ് സേഫ്റ്റി കമ്മീഷണറുടെ ചുമതല കൂടി നിർവഹിക്കേണ്ടി വരുന്നത്. അസർഷൻ റീസൺ, ഇതൊരു PSCയിൽ ഇനിയിപ്പോൾ കണ്ടുവരുന്ന ഒരു പ്രത്യേക ചോദ്യമാണ്. നമുക്ക് നോക്കാം. FSSAI is mandated under section 13 of FSSAI Act to establish scientific panels as necessary. Scientific panels under FSSAI are composed of government officials only. ഇതിൽ ഏതാണ് ശരിയാണ് അല്ലേ? ഏത് ശരി? ആ അസേർഷനിൽ പറയുന്നത് കാരണം താഴെ പറയുന്നതാണോ? ചിലപ്പോൾ രണ്ടും ശരിയായിരിക്കാം, പക്ഷേ റീസൺ അസേർഷന് പറഞ്ഞ കാരണം ആയിരിക്കണമെന്നില്ല. അപ്പോൾ ഏതാണ് ശരി ഏതാണ് തെറ്റെന്നാണ് ചോദ്യം. ഏതായിരിക്കും? ശരിയാണ് അല്ലേ? ശരിയായിട്ട് വരും. സയൻറ്റിഫിക് പാനൽ സെക്ഷൻ 13 തന്നെയാണ്. 6 ഫോൾസ് ആണ്. കാരണം ഗവൺമെൻറ് ഒഫീഷ്യൽസ് മാത്രമല്ല സയൻറ്റിഫിക് പാനൽ, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സയൻറ്റിസ്റ്റുകൾ ഉണ്ട്, ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അടുത്ത അസർഷൻ നോക്കാം. ആസ് ഓഫ് നൗ 21 scientific panels have been constituted under the Act. Okay. Scientific panel provide recommendation on food safety based on market trends rather than scientific evidence. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? ട്രൂ, ഫാൾസ് തന്നെയാണ്. ഓക്കെ, അടുത്ത് നോക്കാം. CAC helps in coordination between FSSAI and enforcement agencies. ശരിയാണല്ലോ. CAC's primary role is to review food advertising and promotional campaigns. അപ്പോൾ എന്താണ്? ട്രൂ ആണ്, false ആണ്. അടുത്തത്, a CEO of FSSAI is the ex officio chairperson of CAC. The CAC includes representatives from food industry, agriculture, consumer research bodies, food laboratories, Commissioner of Food Safety. ഇതിൽ ബോത്ത് അല്ലേ? A and R are true. പക്ഷേ R is not the correct explanation. ഈ R-ൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് കറക്റ്റ് പറയാൻ പറ്റുമോ? ഇല്ല അല്ലേ? അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും രണ്ടും കറക്റ്റാണ്. പക്ഷേ റീസൺ എന്ന് പറയുന്നത് അസർഷൻ്റെ റീസൺ അല്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ ബോത്ത് A and R are true, but R is not the correct explanation of A. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് ദി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് FSSAI is correct? FSSAI was established under the Food Safety Act 2006. Officially notified by government on 5th September 2008. Operates under the Ministry of Consumer Affairs. Headquarters of FSSAI located in Mumbai. ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് എന്നാണ് ചോദ്യം. അതിൽ 1 and 2 ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് കോമ്പോസിഷൻ ഓഫ് ഫുഡ് അതോറിറ്റി. അപ്പെക്സ് ബോഡിയാണ്. ഓക്കെ, 22 മെമ്പേഴ്സ്, 1/3 ബീയിങ് women. അത് ശരിയാണ് അല്ലേ? All members of Food Authority are appointed by the Parliament. 7 ex officio members are selected by the Selection Committee under Section 6 of the FSSAI Act. ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണ് ഇതിൽ ശരിയായിട്ടുള്ളത്? 1, 2, 4 ശരിയായിട്ടുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് കറക്റ്റ് ആയിട്ടുള്ളതെന്നാണ് ചോദ്യം. നോക്കാം. FSSAI sets food safety standards and regulations in India. Okay. Supervises pricing and taxation of food products in the market. Coordinates with scientific committee and advisory bodies for food safety. Enforces Food Safety Standards Act. ഇതിൽ ശരിയായ സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണ് ചോദ്യം? ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് 1, 3 and 4 ആണ് ശരിയായിട്ടുള്ളത് അല്ലേ? സെക്കൻഡ് വരെയുള്ള ടാക്സേഷനൊക്കെ വയ്ക്കുന്നത് അത് വേറെ അതോറിറ്റിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ പറയുന്നതിൽ ഏതൊക്കെ കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്? ചെയർപേഴ്സൺ ഓഫ് FSSAI is appointed for a period of 5 years. CEO of responsible daily administrative work. Chairperson has the casting vote in Food Authority meetings. CEO of FSSAI is the ex officio chairperson of Food Authority. അപ്പോൾ ഇതിൽ ശരിയായ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്, അപ്പോൾ ഇതിൽ 2ഉം 3ഉമാണ് ശരിയായ ഉത്തരം. കാസ്റ്റിംഗ് വോട്ട് എന്താണെന്നറിയാമല്ലോ അല്ലേ? ഇപ്പം ഒരു കാര്യത്തിന് മേൽ തീരുമാനമെടുക്കുമ്പോൾ 2 പേരും ഒരേ പാകത്തിന് വന്നിരിക്കുകയാണെന്നിരിക്കട്ടെ. ഇപ്പം 22 മെമ്പേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. 11 പേര് അനുകൂലിച്ചും 11 പേര് പ്രതികൂലിച്ചും ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ചെയർപേഴ്സൺ ഒരു വോട്ടിടും.
ചെയർപേഴ്സൺ അങ്ങനെയുള്ള സാഹചര്യത്തിൽ വോട്ടിടാനുള്ള അധികാരമുണ്ട്. വൈസ് പ്രസിഡന്റിന് നമ്മുടെ ഇന്ത്യയിൽ രാജ്യസഭയിലൊക്കെ നോക്കുമ്പോൾ വൈസ് പ്രസിഡന്റിനും ഒരു അധികാരമുണ്ട്. അതുപോലെ തന്നെ ഈ ചെയർപേഴ്സണ് ആ ഒരു ടൈ ആയിട്ട് നിൽക്കുമ്പോൾ ടൈ ബ്രേക്ക് ചെയ്യാനായിട്ട് ചെയർപേഴ്സണ് വോട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യുന്നതാണ് കാസ്റ്റിംഗ് വോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. സയൻറ്റിഫിക് ആൻഡ് അഡ്വൈസറി കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഫുഡ് സേഫ്റ്റി അതോറിറ്റി അസിസ്റ്റഡ് ബൈ സയൻറ്റിഫിക് കമ്മിറ്റി ആൻഡ് വേരിയസ് സയൻറ്റിഫിക് പാനൽസ്. Central Advisory Committee helps in coordination with enforcement agencies. Okay, scientific panels are composed only of government officials. C of FSSAI is the member secretary of the Food Authority. ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണ്? 1, 2 and 4. 1, 2 and 4 ആണ് ശരിയായ സ്റ്റേറ്റ്മെന്റ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ഫുഡ് ടെസ്റ്റിംഗ് ലാബറട്ടറീസ് അണ്ടർ FSSAI കറക്റ്റ്? ഫുഡ് ടെസ്റ്റിംഗ് ലാബറട്ടറിയെ സംബന്ധിച്ച് ഏതൊക്കെയാണ് ശരിയായ സ്റ്റേറ്റ്മെൻറ്റ്? FSSAI 22 റഫറൽ ലാബറട്ടറീസ്. ഓക്കെ, 72 സ്റ്റേറ്റ് യൂണിയൻ ലാബറട്ടറീസ് ലൊക്കേറ്റഡ് ത്രൂഔട്ട് ഇന്ത്യ അണ്ടർ FSSAI. Accredited 112 private laboratories through NABL certification, National Accreditation Board for Testing and Calibration of Laboratory, and the central government operates all private food testing laboratories. ഏതാണ് കറക്റ്റായ ഓപ്ഷൻസ്? ഏതൊക്കെയാണ്? 1, 2 and 3 ആണ് കറക്റ്റായിട്ട് വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഈ പറയുന്ന ഫുഡ് അതോറിറ്റി മെമ്പേഴ്സിൻ്റെ അപ്പോയിൻമെൻറ്റിനെ സംബന്ധിച്ച് ഏതൊക്കെയാണ് ശരിയായ സ്റ്റേറ്റ്മെൻറ്റ്? ഓൾ മെമ്പേഴ്സ് ആർ അപ്പോയിൻറ്റ് ബൈ സെൻട്രൽ ഗവൺമെൻറ്. 7 ex officio are selected by selection committee under section 6 of the FSS Act. Members of represent various ministries including agriculture, health, commerce, food processing. Selection of food authority members is done by സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ്. ഏതൊക്കെയാണ് ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്? 1, 2 and 3 ഉള്ളു. ഇപ്പോൾ ജനറലായിട്ട് ഓൾ മെമ്പേഴ്സ് നമുക്ക് ജനറലി സെൻസ് ചെയ്യുമ്പോൾ ആർ അപ്പോയിൻറ്റഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ്. ഇപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ എടുത്ത് ചോദിക്കുന്നതുകൊണ്ട് ദ ഫസ്റ്റ് ഓപ്ഷൻസ് ഈസ് അണ്ടർസ്റ്റുഡ് ദാറ്റ് അവരെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്, എക്സ് ഒഫീഷ്യൽ മെമ്പേഴ്സിനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞതെന്ന് പറയും. അവരെ സെലക്ഷൻ കമ്മിറ്റി വഴി, അത് സെൻട്രൽ ഗവൺമെൻറ് തന്നെയാണ് ഇൻ റിയാലിറ്റി അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഈ രണ്ട് ഓപ്ഷനും കറക്റ്റാണ്. 1ഉം 2ഉം കറക്റ്റാണ്. ഇപ്പോൾ ഒറ്റ ഓപ്ഷൻ ഓൾ മെമ്പേഴ്സ് ഓഫ് ദ ഫുഡ് അതോറിറ്റി അപ്പോയിൻറ്റഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ് എക്സെപ്റ്റ് ബൈ 7 ex officio members who has been appointed by the selection committee എന്ന് വേണമെങ്കിൽ ഒറ്റ ഓപ്ഷനായിട്ട് വേണമെങ്കിലും ചോദിക്കാം. എന്നിരുന്നാലും ഇതിൽ 1ഉം 2ഉം 3ഉം കറക്റ്റായിട്ടുള്ള ഓപ്ഷനാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് ചോദ്യങ്ങളായി എക്സ്പെക്റ്റ് ചെയ്യാവുന്നത്. പറഞ്ഞ കാര്യങ്ങൾ, ഇടയ്ക്ക് പറഞ്ഞ കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അപ്പോൾ ഇതൊന്ന് എല്ലാവരും തറവാക്കുക. അതുവരെ എല്ലാവർക്കും താങ്ക് യു ആൻഡ് താങ്ക് യു സോ മച്ച്.